നല്ല മുറുക്ക് കിട്ടും ബാലരാമപുരത്ത്, അതേപോലെ നല്ല കൈത്തറിയുമുണ്ട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആരാണ് അങ്ങനെ തുന്നി നെയ്ത് പോകുന്നത് എന്നതാണ് ചോദ്യം. വോട്ട് കൊണ്ട് തുന്നിയെടുക്കുന്ന കുപ്പായം തിരുവനന്തപുരം മണ്ഡലത്തിൽ ആർക്കാണ് ചേരുക? സിറ്റിംഗ് എം പിയായ ശശി തരൂരിനോ അട്ടിമറിക്കാൻ ഉദ്ദേശിച്ച് എത്തിയിരിക്കുന്ന കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരോ, അതല്ല പന്ന്യൻ രവീന്ദ്രനോ എന്നതാണ് ചോദ്യം. ബാലരാമപുരത്ത് നിന്നുകൊണ്ടും നമ്മൾ അതിഥികൾക്കും വോട്ടർമാർക്കും ഒപ്പമാണ് കുരുക്ഷേത്രം തത്സമയം ആരംഭിക്കുന്നത്. നമുക്കൊപ്പം KS അരുൺ LDFിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നു. UDFിൽ നിന്ന് നേമം ഷജീറുണ്ട്. NDയിൽ നിന്ന് അഡ്വക്കേറ്റ് BG വിഷ്ണു അല്പസമയത്തിനകം നമുക്കൊപ്പം ചർച്ചയിൽ പങ്കുചേരും. ഒപ്പം തിരുവനന്തപുരം മണ്ഡലത്തിലെ വോട്ടർമാരുമുണ്ട്. ഒരു വേനൽ മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബാലരാമപുരത്തിന് അപ്പുറത്തും ഇപ്പുറത്തും നല്ല വേനൽ മഴ പെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇന്നും ഇൻഡോറിൽ നിന്നാണ് ഈ പരിപാടി പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് നിന്നും ആദ്യം അരുണിലേക്ക്. അരുൺ, ഇപ്പോൾ അല്പസമയം മുമ്പാണ് സിറ്റിംഗ് MP ശശി തരൂർ പറഞ്ഞത് ഇത്തവണ തിരുവനന്തപുരത്ത് മത്സരം കഴിഞ്ഞ 2 തവണത്തെയും പോലെ UDFും BJPയും തമ്മിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പന്ന്യൻ രവീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ അദ്ദേഹം ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നതേയില്ല. മത്സരം രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും തമ്മിലാണ്. പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ പന്ന്യൻ രവീന്ദ്രൻ പുറത്തായോ? തിരുവനന്തപുരത്ത് MP കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് അവർ വ്യക്തമാക്കേണ്ടതാണ്. ഈ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമല്ല. അദ്ദേഹം BJPയുടെ ഒരു വക്താവായി പല ഘട്ടങ്ങളിലും അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ നിലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഞങ്ങളും അവരും തമ്മിൽ മത്സരമില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞാൻ വലിയ അത്ഭുതമൊന്നും കാണുന്നില്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയാണ് എന്ന് ഒരു മടിയുമില്ലാതെ പറഞ്ഞ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഇതിനപ്പുറത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഒരർത്ഥത്തിൽ നോക്കിയാൽ അത് ശരിയല്ലേ? ഇപ്പോൾ കരുത്തനായ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയല്ലേ രാജ്യത്തുള്ളൂ. അത് നരേന്ദ്രമോദിയല്ലേ? മറുഭാഗത്ത് എടുത്തു കാണിക്കാൻ ആരുമില്ലല്ലോ. അല്ല, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളെ മാത്രം മുൻനിർത്തിയിട്ടില്ലല്ലോ. മുന്നണികൾ മത്സരിക്കുന്നത്, ഇന്ത്യ മുന്നണി ഒരു മുന്നണി എന്ന നിലയിൽ രാജ്യത്ത് മത്സരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJPയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ്. തീർച്ചയായും ആ മുന്നണി ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വരുമെന്നും അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ ഒരു പ്രധാനമന്ത്രി ഈ മുന്നണിയുടെ ഭാഗമായി ഇന്ത്യയിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ ആ മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായ കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം അങ്ങനെ വിശ്വസിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അദ്ദേഹത്തിന് മാത്രമേ വ്യക്തമാക്കൂ. EP ജയരാജൻ പറഞ്ഞതിന്റെ വാക്കുകൾ കടമെടുത്താൽ ശക്തനായ ഒരു BJP സ്ഥാനാർത്ഥിയാണ് തിരുവനന്തപുരത്തുള്ളത് കൊണ്ടാണെന്നും കൂടി പറഞ്ഞു. അല്ല, EP ജയരാജന്റെ പ്രസ്താവന പിന്നീട് അദ്ദേഹം തന്നെ തിരുത്തുകയുണ്ടായി. മാത്രമല്ല, EP ജയരാജന്റെ പാർട്ടിയുടെ നേതാവ്, പോളിറ്റ് ബ്യൂറോ അംഗം, കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം കേരളത്തിൽ UDFും LDFും തമ്മിലാണ് മത്സരമെന്ന്. എന്തായാലും അരുൺ പറയൂ, ആരാണ് തിരുവനന്തപുരത്ത് മത്സരം? നേരിട്ട് മത്സരം, ത്രികോണ മത്സരമാണോ, അതല്ല ശശി തരൂരും പന്ന്യനും തമ്മിലാണോ മത്സരം? തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. നിങ്ങൾ തമ്മിൽ എന്തിനാണ് മത്സരിക്കുന്നത് എന്നതാണ് രാഷ്ട്രീയ ചോദ്യം. നിങ്ങൾ ഒരുമിച്ചാണല്ലോ ഇന്ത്യ മുന്നണി. ഞങ്ങൾ തമ്മിൽ മത്സരിക്കുന്നത് എന്തിനാണെന്നുള്ളത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫലപ്രദമായ BJP വിരുദ്ധ രാഷ്ട്രീയം പ്രചരിപ്പിക്കുകയും ആ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. നാളെ BJP ആകില്ല എന്നുറപ്പുള്ള ഒരേ ഒരു രാഷ്ട്രീയ സംവിധാനമേ ഇന്ന് കേരളത്തിലുള്ളൂ, അത് ഇടതുപക്ഷ മുന്നണിയാണ് എന്നതാണ് ഞങ്ങളുടെ പ്രശ്നം. നേമം ഷജീർ, അവിടെ നിന്ന് തുടങ്ങാം. നോക്കൂ, നാളെ BJP ആവില്ല എന്നുറപ്പുള്ള ഒരേ ഒരു മുന്നണി ഇടതു മുന്നണിയാണ് എന്നാണ് അരുൺ പറയുന്നത്. അവിടെയാണ് ശശി തരൂരിന്റെ വാക്കുകൾ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത്. താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ ഈ മണ്ഡലത്തിൽ മത്സരം ശശി തരൂരും BJPയും തമ്മിലാണോ? തീർച്ചയായും അത് തരൂരും BJPയും തമ്മിലാണ്. എന്താണ് തർക്കം? ഇത് ദേശീയ അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ഒരു കോൺഗ്രസ് അംഗീകരിക്കൂ താങ്കൾ പറയുന്നത്? ഉറപ്പായിട്ടും ഇവിടെ എപ്പോഴും കഴിഞ്ഞ തവണയും നമ്മൾ മത്സരം UDFും BJPയും തമ്മിലായിരുന്നല്ലോ. ഇവിടെ ഞാൻ ഇടതുപക്ഷത്തിന് BJP തിരുവനന്തപുരം മണ്ഡലത്തിൽ ശക്തമാണെന്നാണ് താങ്കൾ പറയുന്നതിന്റെ അർത്ഥം. EP ജയരാജൻ പോലും പറഞ്ഞു കഴിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞതിൽ എന്താണ് കുഴപ്പം? EP ജയരാജൻ പോലും അവരുടെ മുന്നണിയിലുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. BJPയുടെ സ്ഥാനാർത്ഥികൾ വളരെ നല്ലവരും ശക്തരുമാണ്. BJPയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനോ ഇടതു മുന്നണിയോ ഒരു മത്സരരംഗത്തില്ല എന്നതാണോ കോൺഗ്രസിന്റെ നിലപാട്? നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതും അങ്ങനെയാണ്, പ്രചരണ രംഗത്ത് കാണുന്നതും അങ്ങനെ തന്നെയാണ്. ഇതിൽ നമുക്കറിയാം, തരൂർ എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം ദേശീയ പ്രാധാന്യമുള്ള അന്താരാഷ്ട്ര അല്ലെങ്കിൽ ലോക മലയാളികളുടെ അഭിമാനമായി മുന്നോട്ട് പോയത് അദ്ദേഹത്തിൻ്റെ നിലപാട് കൊണ്ടും എഴുത്തുകൊണ്ടും അദ്ദേഹം സ്വീകരിച്ച പ്രവർത്തനം കൊണ്ടാണ്. ആ രീതിയിൽ പാർലമെന്ററി രംഗത്ത് ശോഭിച്ച് മുന്നേറാൻ ഈ തിരുവനന്തപുരത്തെ ആളുകൾക്ക് മനസ്സിലായത് തരൂരിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള. പന്ന്യൻ രവീന്ദ്രനെ കൊണ്ട് പാർലമെന്ററി രംഗത്ത് നമുക്ക് അതിൻ്റെ വസ്തുത ഫാക്ട് വെച്ച് സംസാരിച്ചാൽ പോലും അങ്ങനെയാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഹാർജർ നില 91% തരൂരിനുണ്ടെങ്കിൽ 74% മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ആർക്ക്? പന്ന്യൻ രവീന്ദ്രൻ അടക്കമുള്ള ആളുകൾക്കുള്ളത്. ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ കണക്ക് നോക്കിയാൽ സ്വകാര്യ ബില്ല്
ശതമാനവും വർഷം വ്യത്യാസമില്ല. ശതമാനത്തിന്റെ കാര്യത്തിൽ ഇത് കൃത്യമാണ്. വസ്തുതാപരമായ കണക്ക് തെറ്റാണ്. വസ്തുതാപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. സ്വകാര്യ ബിൽ അവതരിപ്പിക്കുന്ന കണക്കെടുത്താലും ശരി, ഏകദേശം 30ഓളം സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ചു. പാർലമെന്ററി രംഗത്ത് വളരെ ശോഭിച്ചതും തിരുവനന്തപുരത്ത് വേണ്ടി ശബ്ദിച്ചതും പ്രവർത്തിച്ചു. തിരുവനന്തപുരത്തിന് എന്ത് കിട്ടിയെന്നുള്ളത് കൂടെ പറയാം. നമുക്ക് പറയാം, രണ്ടാം റൗണ്ടിൽ വരാം. അതിനു മുമ്പ് എനിക്ക് രാഷ്ട്രീയ ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ശശി തരൂരിനെ രാഷ്ട്രീയമായി ഈ തിരുവനന്തപുരം മണ്ഡലം വിജയിപ്പിക്കേണ്ടത്? അവിടെയാണ് ശശി തരൂരിന്റെ പ്രസ്താവന സംശയം ജനിപ്പിക്കുന്നത്. അരുൺ പറഞ്ഞൊരു വാചകം കേട്ടല്ലോ, ഈ BJP-യിലേക്ക് പോകില്ല എന്നുറപ്പുള്ള ഒരേ ഒരു മുന്നണി ഇടതു മുന്നണിയാണ് എന്നാണ് പറയുന്നത്. ശശി തരൂരിനെ ഉന്നം വെച്ചാ BJP മാരാറിന്റെ ഇലക്ഷന് കൺവീനറായി നിന്ന പിണറായി വിജയൻ BJP-യിൽ നിന്നാണ് CPM-ലോട്ട് വന്നത്. അത് പറയാനുള്ള ധാർമ്മികതയൊന്നും അവർക്കില്ല. ഞാൻ ഇനി പ്രധാനപ്പെട്ട വിഷയത്തിലോട്ട് വരാം. എന്തുകൊണ്ട് തരൂരിനെ ജയിപ്പിച്ചു വിടണം? നമുക്കറിയാം, ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഭരണഘടനയും ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വവാദികളും ഹിന്ദു വിശ്വാസികളും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ്, അതല്ലെങ്കിൽ മതേതര മുന്നണികളും ഏകാധിപതികളും തമ്മിലുള്ള, അല്ലെങ്കിൽ മതവാദികളും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ്, അതല്ലെങ്കിൽ ജനാധിപത്യവാദികളും ഏകാധിപത്യവാദികളും തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ്. ആ രീതിയിൽ നോക്കിയപ്പോൾ തരൂരിനെ പോലെ ഒരു ഹിന്ദു വിശ്വാസി നരേന്ദ്രമോദിയെ പോലുള്ള ഒരു ഹിന്ദുത്വവാദിക്കെതിരെ പോരാട്ടം നടത്തുമ്പോൾ തിരുവനന്തപുരത്ത് മുഴുവൻ ആളുകളും അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കൂ, നരേന്ദ്രമോദി വേട്ടയാടുന്നത് ആരെയാണ്? നരേന്ദ്രമോദി വേട്ടയാടുന്നത് തരൂരിനെയാണ്. നരേന്ദ്രമോദി വേട്ടയാതെ ആരാണ്? സഞ്ജയ്. നിങ്ങളപ്പം ഈ തിരുവനന്തപുരത്ത് നിർത്തിയിരിക്കുന്ന ഒരു ഹിന്ദു വിശ്വാസിയാണ്. ഈ നമ്മുടെ ഈ രാജ്യം വർഗീയമായി വിഭജിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. എങ്ങനെയാണ് വർഗീയമായി വിഭജിക്കുന്നത്? ഇവിടെ ഹിന്ദു, പക്ഷേ ഇവിടെ നോക്കൂ, 16 ഏകദേശം 30-32% വോട്ട് ന്യൂനപക്ഷങ്ങൾക്കുണ്ട് തിരുവനന്തപുരത്ത്. അവർക്ക് ഹിന്ദു വിശ്വാസിയായ ഒരു സ്ഥാനാർത്ഥി ആവശ്യമുണ്ട്. ചോദിക്കട്ടെ, ആ ന്യൂനപക്ഷ വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ പൗരത്വ ഭേദഗതി ബില്ലടക്കം വന്നപ്പോൾ ആദ്യമായി പാർലമെന്റിനകത്ത് ശബ്ദിച്ചത് ആരാണ്? ആർക്ക് വേണ്ടി തെരുവിൽ പോരാടിയത് ആരാണ്? ഞാൻ മനുഷ്യവിരുദ്ധമായ പല നിയമങ്ങളും BJP-യുടെ സർക്കാർ മുന്നോട്ട് വെച്ചപ്പോൾ അതിശക്തമായി പാർലമെന്റിനകത്ത് അവതരിപ്പിച്ചതും ദേശീയ തലത്തിലും ആഗോള തലത്തിലും ഈ രാജ്യത്ത് വലിയ വലിയ കലാപത്തിന് ഒരു ഭരണകൂടം, സ്റ്റേറ്റ് തന്നെ മനുഷ്യനെ വിഭജിക്കുന്ന നിയമം പാസ്സാക്കുമ്പോൾ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമം ഉണ്ടാക്കാൻ മുന്നോട്ട് വന്നപ്പോൾ അതേ നാണയത്തിൽ അദ്ദേഹത്തിന്റെ ശക്തമായ വാക്കുകൊണ്ട് എതിർക്കുകയും പോരാടുകയും ചെയ്ത ഒറ്റ ചോദ്യം നമ്മൾ ചോദിച്ചല്ലോ മല്ലികാർജ്ജുൻ ഖാർഗെയോട്, താങ്കൾക്ക് എന്താണ് CA വിഷയത്തിലുള്ള നിലപാടെന്ന്? ഇതുവരെയും അദ്ദേഹത്തിന് നേരം പുലർന്നിട്ടില്ല. രാവിലെ മറുപടി പറയാമെന്ന് പറഞ്ഞു, ഇതുവരെയും പുലർന്നിട്ടില്ല. വളരെ വ്യക്തമാണല്ലോ. രാഹുൽ ഗാന്ധി പോലും 2019 ശേഷം CA കുറിച്ചൊരു പ്രസ്താവന നടത്തിയതായി കണ്ടിട്ടില്ലെന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ഈ മനുഷ്യവിരുദ്ധ അതല്ലെങ്കിൽ വർഗീയമായ ഈ കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെ നിരന്തരം സമരം ചെയ്ത ആളുകളാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ 4000 കിലോമീറ്റർ നടന്നത് ഈ വെറുപ്പിനെതിരെയും വിദ്വേഷത്തിനെതിരെയും RSS മുന്നോട്ട് വയ്ക്കുന്ന ഈ രാഷ്ട്രീയത്തിനെതിരെയുമാണ്. അപ്പോൾ CA-ക്കെതിരെ മാത്രം എല്ലാ ദിവസവും രാജസ്ഥാനും മധ്യപ്രദേശും പോയി. അല്ല, അത് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടല്ലേ? തെരഞ്ഞെടുപ്പിൽ പിന്നെ ആ റൂട്ട് വെട്ടി കുറച്ചതില്ല, അല്ലാതെ ഈ അദ്ദേഹത്തിന്റെ ആ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാതെ എപ്പോഴും രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രം ശബ്ദിക്കുന്ന പിണറായി വിജയനാണോ? അവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. നോക്കൂ, ഈ ഷജീർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഇന്നലെയും ഇന്നും മെനഞ്ഞാന്നും മുഖ്യമന്ത്രി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. സാർ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഇടതുമുന്നണിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്തിനുള്ളിൽ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഇങ്ങനെ ഇകഴ്ത്തേണ്ടതിന്റെ കാരണം എന്താണ്? നോക്കൂ, നിങ്ങൾ ഒരുമിച്ചല്ലേ മോദിയെ നേരിടാൻ പോകുന്നത്. അവിടെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംശയിക്കുന്നു. രാഹുൽ ഗാന്ധി എന്താണ് CA-ക്കെതിരെ സംസാരിച്ചത് എന്നതിനെ കുറിച്ച് ചോദിക്കുന്നു. കോൺഗ്രസ് BJP-ക്ക് ചൂട്ടുപിടിക്കുകയാണെന്ന് പറയുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ടതാണെന്ന് പറയുന്നു. അതാണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യേണ്ട വിഷയം? അതും ഈ തെരഞ്ഞെടുപ്പിൽ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ഇവിടെ വന്ന വാദഗതികൾ കൂടി പരിശോധിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം വളരെ ബോധപൂർവമായി മതനിരപേക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ബോധപൂർവമായ ഒരു പരിശ്രമം നടത്തുന്നുണ്ട്. ആ മതനിരപേക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കിയതിൻ്റെ ദുരന്തം 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കേരളം അനുഭവിച്ചതാണ്. മതനിരപേക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കി ഞങ്ങളാണ് BJP വിരുദ്ധ പോരാട്ടത്തിൻ്റെ ചാമ്പ്യന്മാർ എന്ന് വാദമുന്നയിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ കോൺഗ്രസും UDF-ഉം ശ്രമിക്കുമ്പോൾ വസ്തുതകൾ ചൂണ്ടിക്കാട്ടാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഈ യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താ? നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്, BJP-യുടെ ഗവൺമെൻറ് പ്രതിസന്ധിയിലകപ്പെടുന്ന ഘട്ടങ്ങളിലെല്ലാം ആ ഗവൺമെൻറ്റിനെയും BJP-യെയും സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയമായ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ത്യയിലെ കോൺഗ്രസ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വസ്തുതയിലേക്കാണ് വരുന്നത്. ഇപ്പോൾ CA ഇവിടെ നമ്മളിവിടെ സംസാരിച്ചല്ലോ, ഇവിടെ അങ്ങ് തന്നെ സൂചിപ്പിച്ചല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് അവരുടെ അവകാശവാദം. ആ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാടെന്ത്? ആലോചിച്ചിട്ട് രാത്രി പറയാം. പല ഘട്ടങ്ങളിലും കോൺഗ്രസ് ഈ നിലപാടെടുത്തിട്ടുള്ളതാണ്. പാർലമെന്റിൽ കോൺഗ്രസ് തന്നെ ഈ പൗരത്വ ഭേദഗതിയുടെ വിഷയത്തിൽ വോട്ടിനിട്ടത് തള്ളണമെന്ന് ആവശ്യപ്പെട്ടതാണ്, വോട്ട് ചെയ്തതാണ്. അപ്പോൾ നിരന്തരം മാധ്യമപ്രവർത്തകർ വർഗീയമായ താല്പര്യത്തോടു കൂടി ഇത് ചോദിക്കുന്നുവെന്നാണ് രാജ്മോഹൻ. മാധ്യമപ്രവർത്തകർക്ക് വർഗീയമായ താല്പര്യം എന്താണ് കോൺഗ്രസിന്റെ
പക്ഷം, എന്റെ അല്ല, കോൺഗ്രസിന്റെ പക്ഷം. അങ്ങനെ വിചാരിക്കുന്നില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. ഇത് മാത്രമല്ല ഏതെല്ലാം ഘട്ടങ്ങളിൽ ഗൗരവമായ പ്രശ്നം ഉയർന്നു വരുമോ ആ ഘട്ടങ്ങളിലെല്ലാം ഒട്ടകപ്പക്ഷി നയം സ്വീകരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യ. താഴ്ത്തി വെക്കുന്നു എന്നതാണ്. നോക്കൂ ഷജീർ, വളരെ ഗുരുതരമായൊരു രാഷ്ട്രീയ ആരോപണമാണ്. അതിന് മറുപടി പറയുന്നതിനോടൊപ്പം എനിക്കൊരു ചോദ്യം കൂടെ. ഇന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നു. വലിയ ആവേശമായിരുന്നു, സംശയമൊന്നുമില്ല. വലിയ റോഡ് ഷോ ആണ് നമ്മൾ കണ്ടത്. 5 ലക്ഷത്തിലേക്ക് ഭൂരിപക്ഷം പോകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്. ഇന്ന് 2 കൊടികളും വയനാട്ടിൽ കണ്ടില്ല. എന്തേ സാർ? അല്ല, രാഹുൽ ഗാന്ധി കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കൊടിയും ലീഗിന്റെ കൊടിയും മറച്ചു വെച്ചൊരു മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തി. ഒരു അവസ്ഥയുമില്ല. അത് പിന്നെ ഞാൻ ചോദിക്കട്ടെ, ആ റാലിയുമായി ബന്ധപ്പെട്ട കോർഡിനേറ്റർ ആയിരിക്കും, അത് പ്ലക്കാർഡുകളായിരിക്കും ഉയർത്താൻ പറഞ്ഞത്. അത് ഈ ചർച്ച അത് എന്തുകൊണ്ട്? നമ്മൾ ചില വസ്തുതകളോട് കണ്ണടച്ചു പോയിട്ട് കാര്യമില്ല. ലീഗിന്റെ പച്ചക്കൊടി, CAA വിഷയം, ഇതെല്ലാം ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നുള്ള ഭയം കൊണ്ടാണ് CAA വിഷയത്തിൽ സംസാരിക്കാത്തത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഇറങ്ങുമ്പോൾ പച്ചക്കൊടി കാണരുതെന്ന് ആഗ്രഹിക്കുന്നത്. ഒരു നയവുമില്ല, കൊടി ഉയർത്താൻ സമ്മതിച്ചില്ല. ഇവിടെ ഞങ്ങൾ അങ്ങനെ ഒരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. അന്ന് ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധിയുടെ ഞങ്ങളുടെ ചാനൽ ലീഗ് പ്രവർത്തകർ പറഞ്ഞു കൊടി ഉയർത്താൻ പാടില്ല. ഞാൻ ചോദിക്കുന്നത് വെറുതെ ആധികാരികമായി ഞാൻ ആധികാരികമായി എന്തെങ്കിലും തെളിവുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, കൊടി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കൊടി ഉയർത്തണ്ട എന്നൊരു നിർദ്ദേശം കൊടുത്തായിട്ട് പറയും. അങ്ങനെ പറയാൻ കഴിയില്ല. അടക്കമുള്ള ആളുകൾ പോയപ്പോൾ ലീഗിന്റെ കൊടി കൊടിയുമില്ല, എല്ലാ കൊടിയുമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി ഞാൻ ചോദിക്കും ഒരു പ്രസ്താവന നമ്മുടെ മുമ്പിലുണ്ടല്ലോ, സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അതിനപ്പുറത്ത് ഞാൻ പറയട്ടെ, ഇവിടെ ഒരു മുന്നണിയാണ് മത്സരിക്കുന്നത്. മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥിയുണ്ട്, മുന്നണിക്ക് ഒരു ചിഹ്നമുണ്ട്. അതാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇവിടെ കൊടിയുടെ നിറം നോക്കിയാൽ വോട്ട് ചോദിക്കുന്നത്. അവിടെ പതാക അടക്കമുണ്ടായിരുന്നു നിങ്ങൾ നോക്കൂ. CA പോലൊരു വിഷയം ഉയർത്തിപ്പിടിക്കുമ്പോൾ ദേശീയ തലത്തിൽ നിങ്ങൾ ഭയക്കുന്നു. ഒരു ഭയവുമില്ല. ഞാൻ ചോദിക്കട്ടെ, CA പോലുള്ള വിഷയത്തിൽ അതിശക്തമായി സമരം നടത്തിയ നാട് കേരളമാണ്. ആ സമരം നടത്തിയവർ കേരളവും ഇന്ത്യയിലും എല്ലാം അതിശക്തമായി സമരം നടത്തിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതിലേക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത്. CA അടക്കം സമരം ചെയ്തവർക്കെതിരെയുള്ള കേസ് പിൻവലിക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് വരേണ്ട വന്നു. ഇവിടെ RSSനെതിരെ, സംഘപരിവാറിനെതിരെ പോരാടുമെന്ന് പറഞ്ഞവരുടെ ആത്മാർത്ഥതയും കപടതയും നമുക്ക് പുറത്തു സമയം തരണം. അത് വഴിതിരിച്ചു വിട്ടിട്ട് കാര്യമില്ല. CA സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് മൃദു സമീപനം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, നമുക്കറിയാം CA അടക്കമുള്ള വിഷയത്തിൽ അതിശക്തമായ നിലപാടെടുത്തപ്പോൾ തടങ്കൽ പാളയം ഇവിടെ ആരും അറിയാതെ ഉണ്ടാക്കിയ പിണറായി വിജയൻ. നമുക്കറിയാം ഇന്നലെ ഞാൻ ഈ വിഷയം RV രാജേഷിന്റെ മുന്നിൽ അത് തെറ്റാണെന്ന് തെളിയിച്ചതാണ്. അത് തടങ്കൽ പാളയമാണോ? ഞാൻ ചോദിക്കട്ടെ, തടങ്കൽ പാളയമാണ്. ഒരു സംശയം, എന്താണ് തടങ്കൽ പാളയത്തിന്റെ ലക്ഷ്യം? അത് പ്രേക്ഷകർ കൂടി മനസ്സിലാക്കാനാണ്. ആവർത്തിച്ച് നമ്മൾ വസ്തുത നിയമവിരുദ്ധമായി അല്ലെങ്കിൽ ക്രമവിരുദ്ധമായി ഇതിനകത്ത് വരുന്നവരെ, അതാണ് ഈ രാജ്യത്തിനകത്ത് കടന്നു വരുന്നവരെ. അങ്ങനെയല്ല, വിസയുടെ കാലാവധി കഴിഞ്ഞവരോ രാജ്യത്ത് നിയമവിരുദ്ധമായി, നോക്കൂ, നമ്മുടെ ഈ സംസ്ഥാനത്തോ തിരുവനന്തപുരത്തോ ഏതെങ്കിലും തരത്തിൽ കാലാവധി കഴിഞ്ഞിട്ടുള്ള വിദേശ പൗരന്മാർക്ക് അവരുടെ നാട്ടിൽ കേൾക്കൂ, ആ വിദേശത്തേക്ക് കടക്കുന്നതിന് മുൻപ്, വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് അവരെ പാർപ്പിക്കാനുള്ളൊരിടം ഇത് ഏത് വകുപ്പിന് കീഴിലാണെന്നറിയാമോ? സാമൂഹ്യനീതി വകുപ്പ്. പിന്നെന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെയ്തില്ല? ഹൈക്കോടതി ഉത്തരവാണ്. ഇത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് വന്ന ഉത്തരവാണ് സാർ. നോക്കൂ, അതിന് തടങ്കൽ പാളയം കേന്ദ്രത്തിന്റെ കൃത്യമായ നിർദ്ദേശമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും തടങ്കൽ പാളയം. നോക്കൂ, 2019 ഇത് 2016 ശേഷമാണ്. അത് ആദ്യപടിയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങൾ മുമ്പോട്ട് വെക്കാൻ പോകുന്നത്? ഇതുപോലുള്ള ഞാൻ NRC അടക്കമുള്ള ബില്ലുകൾ പാസ്സാക്കിയാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ രാജ്യത്തെ പൗരന്മാരെ വേർതിരിച്ചിട്ട് ഈ രാജ്യത്ത് കടക്കാൻ അനുവാദമുണ്ടോ ഇല്ല? അപ്പൊ താങ്കൾ പറയൂ ഒറ്റ കാര്യം. അല്ല, നോക്കൂ, നമ്മുടെ വിസ കാലാവധി കഴിഞ്ഞിട്ട് മാലിയിൽ നിന്നുള്ള ഒരു പൗരൻ കേരളത്തിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അല്ല, ഞാൻ അത് ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്. എന്ത് ചെയ്യണം അയാളെ? തടങ്കൽ പാളയത്തിൽ ഇടണം. ഞാൻ ചോദിക്കുന്നത് അതൊരു തുടക്കമാണ്. എന്ത് ചെയ്യണം അയാളെ? തടങ്കൽ പാളയമല്ല, സ്ഥലങ്ങളുണ്ടല്ലോ. ഇതെന്താണ് പറയുന്നത്? സാമൂഹ്യനീതി വകുപ്പിലാണ്, ജയിൽ വകുപ്പിലല്ല സാർ. കാലാവധി കഴിയുന്നത് ഞാൻ ചോദിക്കട്ടെ, ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്. നിയമവിരുദ്ധമായി നുഴഞ്ഞു കയറുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത്. അത് പൂർണ്ണമായും വാസ്തവ വിരുദ്ധമാണ്. ആ ആർഗ്യുമെന്റ് നിലനിൽക്കുന്നതല്ല, വസ്തുതാപരമായി. ഇവിടെ സംഘപരിവാറിനെതിരെ പോരാടുന്നു എന്ന് പറഞ്ഞാണല്ലോ കൈയടി നേടിയത്. ഞാൻ ചോദിക്കട്ടെ, റിയാസ് മൗലവി അടക്കമുള്ള ആളുകളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് UAP ചുമത്തേണ്ടെന്ന് ആരാണ് പറഞ്ഞത്? പിണറായി വിജയനാണ് പറഞ്ഞത്. കരിനിയമം പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ അലനും താഹയ്ക്കെതിരെ UAP ചുമത്തിയോ? നിങ്ങൾ ചുമത്തിയോ? അവിടെ എവിടെയാണ് നിങ്ങളുടെ ന്യൂനപക്ഷ സ്നേഹം വന്നത്? ഇനി തീർന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും ഈ
ചരിത്രത്തിൽ ആദ്യമായി ഒരു മാജിക് എന്ന രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, ഒരേ സമയം ഇടതുപക്ഷത്തും ഒരേ സമയം എൻ ഡി എയിൽ നിൽക്കുന്ന മുന്നണി ജനതാദൾ അടക്കമുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. അവരെ BJP ഒരേ ദേശീയ തലത്തിൽ NDA-യുമായി സഖ്യം ചേരുന്നു, കേരളത്തിൽ CPM-മായി സഖ്യം ചേരുന്നു. അപ്പോൾ അവരെ പുറത്താക്കാൻ കെൽപ്പില്ലാത്തവരാണോ BJP-ക്കെതിരെ പോരാടുന്നു എന്ന് ഒരേ സമയം രണ്ട് പാർട്ടികൾ കോൺഗ്രസിനുള്ളിൽ ഒരേ സമയം കോൺഗ്രസും BJP-യുമായി ഒറ്റ ഉദാഹരണം കാണിക്കാൻ പറ്റുമോ? ഒറ്റ ഉദാഹരണം, അതല്ല വെറുതെ പറയില്ല, ഒറ്റ ഉദാഹരണം. ഒരേ സമയം കോൺഗ്രസിലും BJP-യും നിൽക്കുന്ന ഒരു പാർട്ടിയെ കാണിക്കാൻ കഴിയുമോ? ഇവിടെ NDA-യിൽ ഒരേ സമയം അടക്കമുള്ള ആളുകൾ ഒരേ സമയം ദേശീയ തലത്തിൽ BJP-യോടൊപ്പം നിൽക്കുന്നു, കേരളത്തിൽ ഇടതുപക്ഷത്തോട് നിൽക്കുന്നു. അവരെ പുറത്താക്കാൻ കൽപ്പിച്ചില്ല. ഇനി വീണ വിജയൻ അടക്കമുള്ള ആളുകളുടെ കേസ് വാദിക്കുന്നത് ആരാണ്? അയോധ്യ കേസ് വാദിക്കുന്ന അതേ വക്കീലിനെ കൊണ്ടാണ് വീണ വിജയന്റെ കേസ് വാദിക്കുന്നത്. ഇതാണോ സംഘപരിവാറിനടുത്തുള്ള സ്നേഹം? CP ജയരാജൻ അടക്കമുള്ള ആളുകൾ BJP-യുടെ നേതാവ്, ഏറ്റവും നല്ല നേതാവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണോ സംഘപരിവാറിനെതിരെ നിങ്ങൾ ഇത് പറഞ്ഞു തീർന്നില്ലല്ലോ. ഇവിടെ നരേന്ദ്രമോദിക്കെതിരെ ഒരു വാക്ക് പോലും ഇതുവരെ ഉച്ചരിച്ചിട്ടില്ല. നിങ്ങൾ ഒരു ഫാക്ട് RSS-നെതിരെ എടുത്ത് നിലപാട് നിങ്ങൾ പുറത്തു പറയണ്ടേ? ഇന്ന് മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ചു. എന്താണ് സംസാരിച്ചത്? പൗരത്വ വിഷയവും ഇന്ത്യയെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. അത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴല്ലേ? ഇത്രയും നാൾ എവിടെ പോയിരുന്നു? CA വിഷയത്തിലോ? CA വിഷയത്തിൽ ആദ്യം പ്രതികരിച്ചത് കോൺഗ്രസ് അല്ലേ? നിയമസഭ പ്രമേയം പാസാക്കിയില്ലേ? നിയമസഭ പ്രമേയം പാസാക്കിയില്ലേ? ഞാൻ ചോദിക്കുന്നത് തരൂരാണ്. ആദ്യം പാർലമെന്റിൽ സമ്മതിച്ചു. വിഷ്ണു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വിഷ്ണുവിലേക്ക് പോകണം. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ആ തടങ്കൽ പാളയത്തിന്റെ പേര് ഡിറ്റൻഷൻ സെന്റർ എന്നല്ല. നമ്പർ 1, ഇത് പ്രേക്ഷകരിലേക്ക് കൂടിയാണ്. നമ്മൾ പലതവണ ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഒരിടത്തും ആ രീതിയിലുള്ള ഡിറ്റൻഷൻ സെന്റർ ഇല്ല. നിലവിലുള്ളത് ട്രാൻസിറ്റ് ഹോമുകളാണ്. അതിന്റെ പേര് ട്രാൻസിറ്റ് ഹോം എന്നാണ്. ആ ട്രാൻസിറ്റ് ഹോം ഉള്ളത് ജയിൽ വകുപ്പിന്റെയോ ആഭ്യന്തര വകുപ്പിന്റെയോ കീഴിലല്ല, അതുള്ളത് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുമാണ്. അത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കൂടിയാണ് കേരളത്തിൽ തുടങ്ങുന്നത്. ആ തെറ്റിദ്ധാരണ നമ്മൾ മാറ്റണം. അതുകൊണ്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നോക്കൂ, റിയാസ് മൗലവി വധക്കേസിൽ അലൻ താഹയുടെ കാര്യത്തിൽ UAP ചുമത്താൻ തിടുക്കമുണ്ടാവുകയും റിയാസ് മൗലവിയുടെ കൊലപാതകികൾക്കെതിരെ UAP ചുമത്താൻ കഴിയാതെ പോവുകയും ചെയ്തത് എന്ത് ന്യൂനപക്ഷ സ്നേഹം കൊണ്ടാണെന്നതാണ് ചോദ്യം. എനിക്കൊരു സംശയം, ഞാൻ അദ്ദേഹത്തോട് നേരത്തെ ചോദിക്കണമെന്ന് വിചാരിച്ചു, നിങ്ങൾ സമയം കിട്ടാത്തതുകൊണ്ട് ചോദിക്കാതെ പോയത്. ഒറ്റ ചോദ്യമുള്ളൂ, ഒറ്റ വിഷയം. കോൺഗ്രസ് അധികാരത്തിൽ വന്നു വിചാരിക്കുക, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇപ്പൊ BJP കൊണ്ടുവന്ന ഈ പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെക്കും ഇന്ത്യയിൽ പ്രഖ്യാപിക്കാനുള്ള ധൈര്യമുണ്ടോ? എന്താ സംശയം? അല്ല, ആ ചോദ്യം അപ്രസക്തമാണ്. രണ്ട് കാര്യങ്ങൾ. എന്തുകൊണ്ട്? ഇത് പറയാൻ ഒരു MP പോലും ഇല്ല. പടവലങ്ങയെ പോലെ താഴോട്ട് പോകുന്ന പാർട്ടിയാണ് കേരളത്തിലെ CPM. ഞാൻ പറയട്ടെ, ഡൽഹിയില് വൃന്ദാക്കാരുടെ നമ്മൾ ഇന്ത്യയിൽ എല്ലായിടത്തും കാണുന്നുണ്ട്. കാണാൻ കഴിയാത്തൊരു പാർട്ടിയായി മാറി. റായ്ബറേലിയിൽ മത്സരിക്കുന്നില്ല, അമേഠിയിൽ നിന്ന് ഭയം തോന്നി വയനാട്ടിൽ വന്ന് മത്സരിക്കുക. അമേഠിയിൽ നിന്ന് ഭയം ഈ ദേശീയ തലത്തില് ഇവരെ പ്രസക്തി കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ. ഒരു സമരം ചെയ്യാൻ കെൽപ്പില്ലാത്ത വൃന്ദാക്കാരായിട്ട് അടക്കമുള്ള ആളുകൾ കായിക താരങ്ങളുടെ സമരത്തിലേക്ക് നുഴഞ്ഞു കയറിയപ്പോൾ ആ കായിക താരങ്ങളുടെ സംഘാടക സമിതി വൃന്ദാക്കാരനെ ഇറക്കി വിട്ടത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ആ വഴിക്ക് പോയതേ ഇല്ല. ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി അവിടെയല്ല പോയത്. രാഹുൽ ഗാന്ധി വയനാട്ടിലുണ്ടായിരുന്നു. അവിടെ വന്യജീവി ആക്രമണം ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി മാത്രമേ ഇവിടെ വന്നുള്ളൂ. വയനാട്ടിൽ പിണറായി വിജയൻ വന്നില്ല, ഒരു CPM-ന്റെ മന്ത്രിമാരും വന്നില്ല. രാഹുൽ ഗാന്ധി മാത്രമേ എല്ലായിടത്തും വന്നോളൂ. രാഹുൽ ഗാന്ധി കത്തുവയിലുണ്ടായിരുന്നു, രാഹുൽ ഗാന്ധി ഉന്നാവയിലുണ്ടായിരുന്നു, രാഹുൽ ഗാന്ധി ഹാത്രസിലുണ്ടായിരുന്നു, രാഹുൽ ഗാന്ധി വയനാട്ടിലും വന്നു. എവിടെയായിരുന്നു? പോയി. എവിടെയായിരുന്നു? വിഷ്ണു രാഹുൽ ഗാന്ധി പാർലമെന്റിലേ ഉണ്ടായിരുന്നില്ല. ഒരു നിമിഷം സാർ. വിഷ്ണു നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. വിഷ്ണു, പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ഒക്കെ ആയിട്ടുള്ള ചർച്ചാ വിഷയം, നിങ്ങളുടെ പാളയത്തിൽ നിന്ന് ചില ആളുകൾ CPM-ലേക്ക് പോയിട്ടുണ്ട്. അതിലൊരു തങ്കമണിയുണ്ട്, അദ്ദേഹം ഒരു കരവാരം പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആണ്. പിന്നെ സംഗീതയുണ്ട്, ഒപ്പം തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയും മറ്റൊരു പഞ്ചായത്ത് മെമ്പറും പോയിട്ടുണ്ട്. ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും BJP-യുടെ കോട്ടകൾ ഇളകി തുടങ്ങിയോ? തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും BJP ചരിത്രം തിരുത്തിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തുകൊണ്ട്? എങ്ങനെ?
പറഞ്ഞോ. കഴിഞ്ഞ കാലഘട്ടം മുഴുവൻ ഇവിടെ പാർലമെന്റിലേക്ക് അയച്ച കോൺഗ്രസ് നേതാക്കളും CPM നേതാക്കന്മാരുമെല്ലാം ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിൽ പങ്കാളിയാകാൻ കഴിയാതെ ഈ നാട്ടിന്റെ വികസനത്തിന്റെ മുരടിപ്പിന്റെ ഭാഗമായി നിൽക്കുകയും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇവിടെ നമ്മുടെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കി, ഭാരത് മാല പദ്ധതിയിലൂടെ ബൈപ്പാസ് ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കി, ബൈപ്പാസ് ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ്. അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രതിനിധികളായി 400 MP-മാർ പാർലമെന്റിൽ എത്തുമ്പോൾ ആറ്റിങ്ങിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും BJPയുടെ പ്രതിനിധികൾ പാർലമെന്റിൽ ഉണ്ടാകും. അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ വിഷ്ണു, നിങ്ങളുടെ 3 അംഗങ്ങൾ പഞ്ചായത്തിലെ 3 അംഗങ്ങൾ CPM-ൽ എത്തി ഇന്ന്. അല്ല, പഞ്ചായത്തിൽ ഒരാൾ മാത്രമല്ല CPM-ന്റെ അടക്കം പോയെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഇതിനേക്കാൾ 4 ഇരട്ടി ആൾക്കാർ CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും BJPയോടൊപ്പം എത്തിയിട്ടുണ്ട്. BJP എത്തുകയും ചെയ്യും അല്ലെ? അപ്പൊ ഒരു ചോദ്യം കൂടി. തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ കുമ്മനം രാജശേഖരന് കിട്ടിയതിനേക്കാൾ വോട്ട് കിട്ടണമെങ്കിൽ ഒരു കാരണം വേണമല്ലോ, അതെന്താണ്? ഈ നാട്ടിൽ വികസനം കൊണ്ടുവരാൻ സാങ്കേതിക വിദ്യയിലൂടെ തിരുവനന്തപുരം നഗരത്തെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് യാതൊരു സംശയവുമില്ല. ഈ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ തവണയും മന്ത്രിയായിരുന്നല്ലോ. ആ കഴിഞ്ഞ തവണയും മന്ത്രിയായിരുന്നപ്പോൾ തിരുവനന്തപുരത്തിന് വേണ്ടി എന്ത് ചെയ്തു? തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ച ശശി തരൂർ എന്ത് ചെയ്തു ഈ നാടിന് വേണ്ടി? ശശി തരൂരിന്റെ തരൂര് പറയട്ടെ. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയാണ്, പ്രതിനിധിയായിരുന്നില്ല. പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട അടൂർ പ്രകാശും ശശി തരൂരും ഹൈമാസ് ലൈറ്റ് വയ്ക്കാനല്ലാതെ എന്ത് ഉപയോഗമാണ്? ഒരു ചുക്കിന്റെ ഗുണം പോലും ഇവരെ കൊണ്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ശശി തരൂരിനെ ഈ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പരാജയപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു നിമിഷം കൂടി, തിരുവനന്തപുരം മണ്ഡലത്തിൽ ശക്തമായ മത്സരം നിങ്ങളും കോൺഗ്രസും തമ്മിലാണെന്നാണ് ശശി തരൂർ പറയുന്നത്. താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ അതിനെ? കോൺഗ്രസും BJPയും തമ്മിൽ തന്നെയാണ് മത്സരം. CPM 3-ാം കക്ഷി ഉള്ളത് കൊണ്ട് മാത്രം 3-ാമത് നിലനിൽക്കുന്നു. മറ്റൊരു കക്ഷി ഉണ്ടെങ്കിൽ അവർ 4-ാം സ്ഥാനത്ത് പോയി. ജയരാജ കൈമൾ പറഞ്ഞതുപോലെ ഇത്തവണ അന്തർധാര സജീവമാണോ? യാതൊരുവിധ അന്തർധാര. ഇവിടെ CPM-ഉം കോൺഗ്രസും അല്ലേ ധാര? ഇവരല്ലേ ഒരു മുന്നണിയായി മത്സരിക്കുന്നത്? കോൺഗ്രസിനെതിരെ CPM ഇവിടെ അന്തർധാര ഉണ്ടാക്കിയിട്ടുണ്ട്. കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്താൻ ഇവിടെ വോട്ട് വിറ്റത്, ശശിധരന് വിറ്റത് CPI ആണ്. അതുകൊണ്ടാണ് CPIയുടെ സ്ഥാനാർത്ഥിയെ വീണ്ടും ഇറക്കിയത്. പലതവണ പരാജയപ്പെട്ടിട്ടും. അതുകൊണ്ട് CPM-കാരാണ് കോൺഗ്രസുമായി അന്തർധാര ഉണ്ടാക്കിയത്. എന്നാൽ ശശി തരൂരുമായി നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്തിലെ മധ്യവർഗം ഈ അപ്പർ ക്ലാസ്സും ഒക്കെ അംഗീകരിക്കുമോ? ഒരു സംശയമില്ല. ആരാ അംഗീകരിക്കാത്തത്? ശശി തരൂർ ആദ്യമായി സ്ഥാനാർത്ഥിയായി ഇവിടെ വന്നപ്പോൾ ഇവിടെ ആർക്കറിയാമായിരുന്നു? അപ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി MP-ആയി പ്രവർത്തിച്ച രാജീവ് ചന്ദ്രശേഖരെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അദ്ദേഹം തിരുവനന്തപുരത്തിന്റെ MP-ആയി പ്രവർത്തനം തുടങ്ങുന്നുള്ളത് ഒരു സംശയവുമില്ല. എന്താണ് മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ സാധ്യത? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. എന്തുകൊണ്ട് വെച്ചാൽ കേന്ദ്രത്തിലെ സംഘപരിവാർ ഗവൺമെന്റിന്റെ വർഗീയ പ്രീണന നയത്തിനെതിരെയും ഇന്ന് വിജയിക്കുന്ന കോൺഗ്രസ് നാളെ BJP ആകുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിനെതിരെയാണ് തിരുവനന്തപുരം പാർലമെന്റിലെ ജനങ്ങൾ ജനവിധി എഴുതുന്നത്. ശ്രീ കരുണാകരന്റെ മകൾ സ്വന്തം ചേട്ടൻ മുരളീധരന് എതിരായി വോട്ട് പിടിക്കുന്നു. ഇവിടെ ശശി തരൂരാണ്. ശശി തരൂരിനെ പലതവണ വിളിച്ചിട്ടും പോയില്ല. തരൂർ സാധാരണക്കാരനായ ജനങ്ങളുടെ ഇടയിൽ സാധാരണക്കാരനോടൊപ്പം ജീവിക്കുന്ന സഖാവ് പന്ന്യൻ രവീന്ദ്രൻ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ മണ്ഡലത്തിൽ വിജയിക്കും. ശശി തരൂരിനേക്കാൾ വിശ്വസിക്കാവുന്ന പൗരൻ എന്ന് പറയുന്നത് പന്ന്യൻ രവീന്ദ്രനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിൽ ആദ്യം ED വരുമെന്നൊന്ന് ചോദിക്കാം. ഈ ആർജവമുള്ള ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കണം. BJP ചെയ്യുന്നുണ്ടോ? ED സ്വാഗതം ചെയ്യുന്നുണ്ട്. പിണറായി വിജയനെതിരെ ED സ്വാഗതം ചെയ്യുന്നുണ്ട്. കഴിവുണ്ടോ BJPക്ക് എന്നാണ് ഞങ്ങൾ ചോദിക്കാം. ഒരു ചോദ്യം, BJP സാധ്യതയുണ്ടോ തിരുവനന്തപുരത്ത്? തീർച്ചയായിട്ടും. രാജീവ് ചന്ദ്രശേഖർ ഇത്രയും വികസന നായകനായ ഒരു വ്യക്തി ഈ ഭാരതം ഭരിക്കുന്ന പാർട്ടിയുടെ തീർച്ചയായിട്ടും ഉണ്ടാവും. തിരുവനന്തപുരം മണ്ഡലത്തിലെ രാഷ്ട്രീയ ചൂട് കൂടുകയാണ്. രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൂടി ഇനി നമ്മൾ മണ്ഡലത്തിലേക്ക് വരുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ ആര് MP ആകുമ്പോഴാണ് വികസനത്തിന്റെ രാഷ്ട്രീയമാണെങ്കിൽ അത് ചർച്ച ചെയ്യുക, ന്യൂനപക്ഷ രാഷ്ട്രീയം ചർച്ച ചെയ്യുക. നമുക്ക് ആ വിഷയങ്ങളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. കുരുക്ഷേത്രം തത്സമയം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുമാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. ബാലരാമപുരത്ത് നിന്നും. തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ മനസ്സ് ആർക്കൊപ്പമാണ് തുടിക്കുന്നത് എന്നതാണ് ചോദ്യം. ആർക്കൊപ്പമാണ് തുടിക്കുന്നത്? ഇവിടെ എന്താ അഭിപ്രായം? തിരുവനന്തപുരത്ത് മനസ്സ് എന്താ രാഷ്ട്രീയ നിലപാട്? ശശി തരൂർ. എന്തുകൊണ്ട് ശശി തരൂർ? നല്ലൊരു വികസന
നല്ലൊരു വികസന നായകനാണ് തിരുവനന്തപുരത്തിന് പറ്റിയത്. അപ്പൊ അതിനുവേണ്ടി തിരുവനന്തപുരത്തിന് ശശി തരൂരിനെ വിജയിപ്പിക്കാൻ വേണ്ടി വൻഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ വേണ്ടി. ഈ മണ്ഡലത്തിൽ ആരൊക്കെ തമ്മിലാണ് യഥാർത്ഥത്തിൽ മത്സരം? ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലാണോ? ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനും തമ്മിലാണോ? ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനുമാണ്. ആണ്. പക്ഷെ ശശി തരൂർ പറയുന്നത് രാജീവ് ചന്ദ്രശേഖറുമായിട്ടാണ് മത്സരം എന്നാണ്. അങ്ങനെയല്ല. അല്ല, പന്ന്യൻ രവീന്ദ്രനുമായിട്ടാണ് മത്സരം. പന്ന്യൻ രവീന്ദ്രനെ കുറിച്ച് എന്താ അഭിപ്രായം? അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഇപ്പൊ മോശമായിട്ടൊന്നും പറയാനില്ല. ഒരിക്കലും കോൺഗ്രസിന്റെ കൂടെ മത്സരിക്കാൻ BJPക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. കോൺഗ്രസിനോടൊപ്പം മത്സരിക്കാൻ BJPക്ക് കഴിയും? അതിനായിട്ടില്ല. BJP ആയിട്ടില്ല. ഒരിക്കലും ആയിട്ടില്ല. എന്തുകൊണ്ട് നരേന്ദ്രമോദി 400 സീറ്റ് കാണും എന്ന് പറയുന്നത് തിരുവനന്തപുരവും ആറ്റിങ്ങലും ഒക്കെ കണക്കൂട്ടിയ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കേന്ദ്രത്തിന്റെ ഭരണം എന്താണെന്നുള്ളത് പൊതുജനങ്ങളും നാട്ടുകാരും തിരിച്ചറിഞ്ഞതാണ്. കേന്ദ്ര ഭരണത്തിന്റെ ഒരു കുഴപ്പം എല്ലാ രീതിയിലും ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരും നമ്മുടെ സർക്കാരുമാണെന്ന് എല്ലാവർക്കും തിരിച്ചറിഞ്ഞ കാര്യമാണ്. കേന്ദ്ര സർക്കാർ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുമ്പോൾ ഫ്ലൈ ഓവറുകൾ വരുന്നു, ദേശീയപാത വികസിക്കുന്നു, എയർപോർട്ട് വരുന്നു. സാധാരണക്കാരന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവർ അറിയുന്നില്ലല്ലോ. ആണോ? അല്ല, BJP അറിയുന്നില്ല. അതിന് പൊതുജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി മാത്രമേ അറിയാൻ പറ്റൂ. ഗ്യാസ് യോജന കൊടുക്കുന്നുണ്ട്. അതല്ലല്ലോ ഇപ്പൊ നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക് ജീവിക്കാനുള്ള ഭക്ഷണം അതുപോലും ഇന്നുവരെ കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. കേരളത്തെ സാമ്പത്തികമായിട്ട് കേന്ദ്രം ജനിക്കുന്നുണ്ടോ? കേരളത്തെ സാമ്പത്തികമായി കേന്ദ്രം ജനിക്കുന്നുണ്ടോ എന്ന് യോജിക്കുന്നു. സാധാരണ ഒരു ഓട്ടോ ഡ്രൈവറുടെ തന്നെ ഇപ്പോഴത്തെ പെർമിറ്റ് അവരുടെ അത് ഇപ്പം വെറും 400 രൂപ കിടന്ന ഒരു പെർമിറ്റ് ഇപ്പം 1400 രൂപ കൂട്ടിയിരിക്കുകയാണ്. 400 രൂപ കൂട്ടിയിട്ടുണ്ട്. ചേട്ടാ എത്ര ഇങ്ങോട്ട് വന്നു? ചേട്ടാ അവിടെ നിൽക്കും, ഞാൻ വരാം. പറഞ്ഞോ എന്താ തിരുവനന്തപുരത്തിന്റെ കാര്യം? BJPയോടാണ്. പറഞ്ഞോ. BJP പ്രതിനിധിയോടാണ് ചോദ്യം. ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾ വികസനം എന്ന് പറയുന്നത് പാലങ്ങളും റോഡുകളും മാത്രമല്ല, നമ്മുടെ ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള അടിസ്ഥാന സൗകര്യം, ആശുപത്രികൾ, പള്ളിക്കുടങ്ങൾ, ഇതെല്ലാമാണ് ഈ രാജ്യത്ത് ആവശ്യം. ഈ രാജ്യത്ത് രാമക്ഷേത്രം പണിത് വികസനമാണ് രാമക്ഷേത്രം എന്ന് പറയുന്ന ഒരു BJP അല്ല ഈ രാജ്യത്ത് ആവശ്യം. ഈ രാജ്യത്ത് പാവപ്പെട്ടവനോടൊപ്പം നിൽക്കുന്ന ഗവൺമെന്റാണ് ആവശ്യം. ഇവിടെ മാഡം പറയുന്ന കേട്ട് പിന്നെ ഓട്ടോറിക്ഷയുടെ ചാർജ് കൂട്ടിയത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇത്ര പോലും അറിവില്ലാത്ത ഒരു മാഡം ഇവിടെ വന്നൊരു പബ്ലിക് ഫംഗ്ഷനിൽ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വ്യക്തത വേണം. പിന്നെ സാധാരണ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെയധികം 7 മാസമായിട്ട് ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല. പിന്നെ സപ്ലൈകോയിൽ വെറും ഇത് മാത്രമാണ്, ഫ്ലെക്സ് ബോർഡ് മാത്രമാണ് വെച്ചിരിക്കുന്നത്. സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുടെ ഫ്ലെക്സ് ബോർഡ് മാത്രമാണ് വെച്ചിരിക്കുന്നത്. അത് അത്രമാത്രം ഭരണപരാജയങ്ങളിൽ മൂടി നിൽക്കുന്ന കേരള സർക്കാരിനെ കേന്ദ്ര സർക്കാർ പരാജയമല്ല എന്നാണ് താങ്കൾ പറയുന്നത്? കേന്ദ്ര സർക്കാർ ഒരു രീതിയിലും പരാജയമല്ല. വികസന കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10 വർഷം കാഴ്ചവെച്ച കാര്യങ്ങൾ തന്നെ മതി. കണ്ണ് തുറന്ന് കാണുന്ന ഒരു മനുഷ്യന് മനസ്സിലാവും. പെട്രോൾ ഡീസൽ വില കൂടിയത്, ഗ്യാസിന് വില കൂടിയത് ഇതൊന്നും പ്രശ്നമല്ല. പെട്രോൾ ഡീസൽ 2014 പെട്രോൾ ഡീസലിന്റെ വില എത്രയായിരുന്നു? 55 രൂപ ഡീസലിന്. 2014 55 രൂപ, 25 രൂപയായിരുന്നു പെട്രോളിന്റെ വില. 105 രൂപ ബാരലിന് വില. 2014 ഇപ്പൊ ബാരലിന് വില എത്രയാ? ഞാൻ പറയാം, 2014 പെട്രോളിന്റെ വില, കേന്ദ്ര സർക്കാരിന്റെ പെട്രോളിന്റെ വില 74 രൂപ 55 പൈസ. 2004 എത്രയായിരുന്നു പെട്രോളിന്റെ വില? 2004 എത്രയായിരുന്നു പെട്രോൾ വില? 35 രൂപ. 2004 തൊട്ട് 2014 ആ 10 വർഷത്തിൽ ഇരട്ടിയിലധികം കൂടിയോ ഇല്ല? അപ്പൊ ഇപ്പൊ കൂടി. ചോദ്യം അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിന്റെ ഡീസലിന്റെ വില കുറഞ്ഞോ കൂടിയോ? അന്താരാഷ്ട്ര വിപണിയിൽ കൂടിയോ കുറഞ്ഞോ? അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിന്റെ ആനുപാതികമായിട്ടുള്ള മാറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലല്ല, ഒരു നിമിഷം ചേട്ടാ പറഞ്ഞോണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ 2014 ഒരു ബാരലിന് എത്രയായിരുന്നു വില? $105 ആയിരുന്നു. 2024 ആകുമ്പോൾ അത് 87 ആയി. വില കൂടിയോ കുറഞ്ഞോ? അല്ല, ആനുപാതികം അല്ല. ഈ പറയുന്ന നിങ്ങളുടെ സാലറി കൂടിയോ? ഈ അരുൺ വാങ്ങിക്കുന്ന സാലറി കൂടിയോ ഇല്ലേ? അരുൺ വാങ്ങിക്കുന്ന സാലറി കൂടിയോ ഇല്ലേ? 10 വർഷത്തിൽ ഞാൻ BJPയോടാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങളുടെ BJPയുടെ മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ടായിരുന്നോ?
അതിൽ പറയുന്നത് തിരുവനന്തപുരത്തെ മുഴുവൻ യുവജനങ്ങൾക്കും നൈപുണ്യ പദ്ധതിയിലൂടെ ജോലി കൊടുക്കുമെന്ന. അത് തന്നെ ഒരു ശുദ്ധ വിഡ്ഢിതനമല്ലേ? ഇന്ത്യ എന്ന് പറയുന്നത് ഇരട്ടിയുടെ ഇരട്ടി എന്താണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് നിങ്ങൾ എങ്ങനെ ജോലി കൊടുക്കും? അതിന് എവിടെയെങ്കിലും എവിഡൻസ് ഉണ്ടോ? അടുത്ത CPM-നോട് ചോദിക്കുന്നത് ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് എന്നാ പകൽ വെളുക്കാനായിട്ട് 10 വർഷം വേണ്ടി വന്നു? സ്വകാര്യ കൽപ്പിത സർവകലാശാലകൾക്കെതിരെ നിങ്ങൾ സമരം നടത്തിയില്ലേ? ഇന്ന് പറയുകയാണ് സ്വകാര്യ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് കേരളത്തിൽ വരണമെന്ന്. അന്ന് ആ പാവപ്പെട്ട മനുഷ്യരെ ഉമ്മൻചാണ്ടി സാറിനെ നിങ്ങൾ കരിങ്കോടി കാണിച്ചത് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് കേരളത്തിലോട്ട് കൊണ്ടുവരുന്നതിന്റെ പേരിലല്ലേ? ഇതിന് നിങ്ങൾക്ക് യുവജനങ്ങളായ ഞങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് ഉത്തരം പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അതെ, എനിക്ക് BJP അദ്ദേഹത്തിനോട് ചോദ്യം. ഇപ്പോൾ മേഗാ കമ്പനി പോലുള്ള കൺസൾട്ടിംഗ് കമ്പനി പോലുള്ള കമ്പനികളിൽ നിന്നും കുത്തക മുതലാളിമാരിൽ നിന്നും ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ് കോടികൾ ഇപ്പോൾ BJP-യുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അത് ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയാണോ അതോ BJP-യുടെ മുതലാളിമാരുടെ വികസനത്തിന് വേണ്ടിയാണോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ചേട്ടാ, മൊത്തത്തിൽ ഈ മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാണ് ചേട്ടൻ കരുതുന്നത്? പറഞ്ഞോ. എനിക്ക് പറയാനുള്ളത് 1957 ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികളാണ് ജയിച്ചിട്ടുള്ളത്, വേറെ ആരും ജയിച്ചിട്ടില്ല. ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇവിടെ എന്ത് വികസന പ്രവർത്തനമാണ് നടത്തി എന്നുള്ള വിവരം അവർ പറയണം. ഒരു മൂന്നാമത് ഒരു BJP-ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. പറഞ്ഞോ, ചേട്ടൻ പറഞ്ഞോ. അവർ പറയാതെ ശ്രദ്ധിക്കണ്ട. പറഞ്ഞോ ചേട്ടൻ, പറഞ്ഞോ. ഇവിടെ കയ്യടിക്ക് വേണ്ടിയല്ല പറയുന്നത്, പറഞ്ഞോ ചേട്ടൻ, പറഞ്ഞോ. കയ്യടിക്ക് വേണ്ടിയല്ല പറയുന്നത്, നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, നാടിന്റെ വികസനത്തിന് വേണ്ടി. ആര് വരണം ഇവിടെ പറയുന്നത്? പറഞ്ഞോ. നരേന്ദ്രമോദി ഒരു പൈസയും കൊടുക്കുന്നില്ല എന്നാ പറയുന്നത്. നരേന്ദ്രമോദി കൊടുത്ത പൈസ എനിക്കറിയാം. ടൂറിസം വില്ലേജ്, തലയിൽ തോട് നവീകരണം 2.25 കോടി രൂപ കൊടുത്തു നരേന്ദ്രമോദി സർക്കാർ കൊടുത്തു. അതെ, ടൂറിസം വില്ലേജ് 2 കോടി രൂപ. ഇതെല്ലാം പുട്ടടിച്ച കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവര്. അപ്പൊ രാജീവ് ചന്ദ്രശേഖരന് സാധ്യതയുണ്ട്. ഞാൻ എന്റെ ഒരു ആയുസ്സുകാലം മുഴുവൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു. മനസ്സിലായി. അപ്പം എന്താ സാധ്യത? പറഞ്ഞോ, പറഞ്ഞോ. ഇവിടെ നടക്കുന്ന സംഭാഷണങ്ങളിൽ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒന്നും പറയുന്നില്ല, അവരുടെ നയവും പറയുന്നില്ല. ഇവർ ജയിച്ചാൽ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്താനും വിദ്യാർത്ഥികളുടെയും തൊഴിലില്ലാതെ നിൽക്കുന്ന യുവാക്കളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഏത് മുന്നണി വന്നാലാണ് ഇത് സാധ്യമാവുക? സാധിക്കും എന്നാണ് ഞാനും ചോദിക്കുന്നത്. ഇവിടെ ഞാൻ അപ്പുറത്ത് പോയി, മറ്റൊരാൾ ഇപ്പുറത്ത് വന്നു, കോൺഗ്രസിൽ ചേർന്നു, കമ്മ്യൂണിസ്റ്റിൽ ചേർന്നു, BJP-യിൽ ചേർന്നു. ഇതേ പ്രശ്നമായിട്ടുള്ളൂ. ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി 3 രാഷ്ട്രീയ കക്ഷികളും എന്ത് ചെയ്യും എന്നതാണ് വിഷയം. എന്താണ് വിഷയം? ഒരിക്കൽ കൂടി എന്താണ് മൊത്തത്തിൽ ഈ മണ്ഡലത്തെ കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്? ഈ മണ്ഡലത്തില് യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പന്ന്യൻ രവീന്ദ്രൻ ജയിക്കും. ആണോ? എന്തുകൊണ്ട്? തീർച്ചയായിട്ടും. കാരണം ഒരു അഴിമതി മുക്തനാണ് അദ്ദേഹം, സാധാരണക്കാരനാണ്. ശശി തരൂർ അഴിമതി മുക്തനല്ലേ? രാജീവ് ചന്ദ്രശേഖർ അഴിമതി മുക്തനല്ലേ? വ്യക്തിപരമായി ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ കോൺഗ്രസിനെ വിജയിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം കോൺഗ്രസ് ഓരോ ദിവസം ചെല്ലും തോറും BJP-യിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. BJP-യിലേക്ക് മാറുമെന്നുള്ള ആശങ്ക. പറഞ്ഞോ. ഞാനും നിങ്ങൾ നിൽക്കുന്ന ഈ മണ്ണ് കോവളം അസംബ്ലിയാണ്, തിരുവനന്തപുരം ജില്ലയുടെ കോവളം അസംബ്ലി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 28,000 വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷം അനന്തപുരിയുടെ മണ്ണിൽ നിന്ന് ശശി തരൂരിന് കൊടുത്ത മണ്ണാണ്. ഇത്തവണ 50,000 വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് കോവളം മണ്ണ് ശശി തരൂരിന്റെ കൂടെ നിൽക്കും. എന്തുകൊണ്ട്? കഴിഞ്ഞ കാലങ്ങളിൽ ഒരു കരുതലായി, ഒരു കാവലായി ഈ മണ്ണിനെ കാത്തു സൂക്ഷിച്ചത് അനന്തപുരിയുടെ ശബ്ദം ഒരു കൊടുങ്കാറ്റ് പോലെ ഇന്ത്യൻ പാർലമെന്റിൽ ഗർജിച്ചത് ശശി തരൂരിന്റേതായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിച്ചത് ശശി തരൂരായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ ഇലക്ഷന് 25,000 വോട്ട് ശശി തരൂരിന് ഭൂരിപക്ഷം കിട്ടി. ഈ കോവളം മണ്ണിൽ ശശി തരൂർ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഈ കഴിഞ്ഞ 14 ശേഷം എത്ര പ്രാവശ്യം ശശി തരൂർ ഈ കോവളം മണ്ണിൽ വന്നിട്ടുണ്ട്?
എനിക്ക് ചോദിക്കാനുള്ളത് ആദ്യമായി BJP പ്രതിനിധിയായിട്ടുള്ള വന്നിരിക്കുന്ന ആളുടെ ഒന്നാം NDA സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ പ്രതി വർഷം 2 കോടി തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ 10 വർഷം കൊണ്ട് 20 കോടി തൊഴിലവസരം സൃഷ്ടിക്കണം. ഈ യുവാക്കളെ ചതിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നോരോന്നായി സ്വകാര്യവൽക്കരണപ്പെട്ട് പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് തുലച്ചതല്ലാതെ ആർക്കെങ്കിലും ജോലി കൊടുക്കാൻ കഴിഞ്ഞോ? ഒന്ന്, എനിക്ക് സമയം തരണം. 2, പെട്രോൾ ഡീസലിന്റെ വില നമ്മൾ അധികാരത്തിൽ വന്നാൽ അത് 50 രൂപയാക്കി 1 ലിറ്റർ പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞു. പാചകത്തിന്റെ വില കുറയ്ക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതെന്ത് ചെയ്തു? അതെന്ത് ചെയ്തു? അതിനെക്കുറിച്ച് പറയുക. 3, നിങ്ങളിവിടെ സ്വിസ് ബാങ്കിൽ ഒരുപാട് പൈസ കൊണ്ട് കള്ളപ്പണം അവിടെ ഇട്ടിരിക്കണമെന്ന് പറഞ്ഞു. അതിനവിടെ പിടിച്ചെടുത്ത് ഒരു ഇന്ത്യൻ പൗരന്റെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ 15 പൈസ കൊടുത്തു. നിങ്ങളുടെ നാട്ടില് ഈ രാജ്യത്ത് വർഗീയതയല്ലാതെ വേറെ എന്തെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾ ആളുകളെ പറഞ്ഞ് കവളിപ്പിക്കുന്നതല്ലാതെ ഒരു കാര്യം നടപ്പിലാക്കാൻ കഴിഞ്ഞ. 2, കോൺഗ്രസ് പ്രതിനിധിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സമയം കുറവുകൊണ്ട് കുറച്ച് ചോദിക്കും. 15 വർഷക്കാലമായി നമ്മുടെ ശ്രീമാൻ ശശി തരൂര് ഒരു വിശ്വരൂപം എന്ന് അറിയപ്പെട്ട് ഇവിടെ വന്ന് 15 വർഷം കൊണ്ട് MP വിശ്വപൗരൻ എന്നറിയപ്പെട്ട് 15 വർഷം കൊണ്ട് MP ആയിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ വികസന ഫണ്ട് എന്ന 105 കോടി രൂപയിലേറെ ഉണ്ട്. ഈ 15 വർഷം 105 കോടി രൂപ ഉണ്ട്. 17 കോടിയുള്ളൂ. 17 കോടി വീതം. 17 കോടി മൊത്തം 5 കോടി. ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു വികസനം നടത്താൻ കഴിഞ്ഞു? ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കുന്നു. ഇതൊന്നും നടപ്പിലാക്കാൻ കഴിയാതെ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ BJP ആയി മാറും. ഇവിടെ ജയിക്കേണ്ട പാവപ്പെട്ടവരെ ശക്തം പാർലമെന്റിൽ മുഴങ്ങിക്കേക്കുന്നതിലേക്ക് വേണ്ടി 18 എംപിമാർ UDF സംഭാവന ചെയ്തു. എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു? ഇവിടെ ഇടതു ജനാധിപത്യ മുന്നണി MPമാർ പാർലമെന്റിൽ പോയെങ്കിൽ മാത്രമേ പാർലമെന്റ് ശബ്ദമുയർത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പൗരത്വ ബില്ലിനെതിരായിട്ട് ഇവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ശശി തരൂര് വിജയിക്കാൻ പോകുന്നില്ല, BJP വിജയിക്കാൻ പോകുന്നില്ല. വിജയിക്കുന്ന സ്ഥാനാർത്ഥി സഖാവ് പന്ന്യൻ രവീന്ദ്രനാണ്. തിരുവനന്തപുരം പാർലമെന്റിൽ നിന്ന് വിജയിക്കാൻ. ഒടുവിൽ ഞാൻ വിജയിച്ചു. മൈക്ക് എനിക്ക് കിട്ടി. ഇടവേള, ഷോർട്ട് ബ്രേക്ക്. തത്സമയം തുടരുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാലരാമപുരത്താണ്. ഇവിടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ കടുത്ത വേനൽ മഴയുണ്ട്. പക്ഷേ വേനൽ മഴയിലും തണുക്കാത്ത രാഷ്ട്രീയമാണ് തിരുവനന്തപുരത്തിൽ സംസാരിക്കാനുള്ളത്. ഇവിടെ ഉയർന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലേക്ക് നമ്മൾ പോകുന്നു. മറുപടി ആദ്യം വിഷ്ണുവിന് പറഞ്ഞു തുടങ്ങാം. വിഷ്ണു വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എണ്ണി ചോദിച്ചു. മോദി സർക്കാരിന്റെ 10 വർഷത്തെ വികസന നേട്ടം, എത്ര തൊഴിൽ കൊടുത്തു, എത്ര വികസനം കൊടുത്തു, വർഗീയ സംഘർഷങ്ങളല്ലാതെ എന്തുണ്ട് കണക്ക് ബാക്കി? 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ചെയ്ത ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഫലമാണ് 2019 നരേന്ദ്രമോദി സർക്കാർ വലിയ ഭൂരിപക്ഷത്തോടുകൂടി രാജ്യത്ത് തിരിച്ചെത്തിയതും പിന്നീട് കോൺഗ്രസ് MP ആയിരുന്ന രാഹുൽ ഗാന്ധി അമേഠിയിൽ തോറ്റ് തൊപ്പിയിട്ട് ഇങ്ങ് കേരളത്തിലെ വയനാടെത്തി മുസ്ലിം ലീഗിന്റെ കൂടാരത്തിൽ അഭയം തേടിയിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഇന്ന് രാഹുൽ ഗാന്ധി പുറത്തുപോയിരിക്കുന്നു. ഇന്ന് വയനാട് പോലും ജയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് SDP അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ പിന്തുണ തേടിക്കൊണ്ട് UDF കേരളത്തിൽ തെരഞ്ഞെടുപ്പിനിറങ്ങുന്നത്. നരേന്ദ്രമോദി സർക്കാരിന് ഈ രാജ്യത്ത് ഒരു ഭയവുമില്ല. ഞങ്ങൾ 400 സീറ്റുകളോടെ ഈ രാജ്യത്ത് അധികാരത്തിലെത്തും. അതിന്റെ ഭയമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കുള്ളത്. ഭയമില്ലെങ്കിൽ പിന്നെ ED ഉപയോഗിച്ച് അരവിന്ദ് കെജ്രിവാളിനെ അകത്തിടുന്നത് എന്തിനാണ്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ വിട്ട് കോൺഗ്രസിന്റെ അക്കൗണ്ട് പൂട്ടുന്നത് എന്തിനാണ്? CPIക്ക് നോട്ടീസ് കൊടുക്കുന്നത് എന്തിനാണ്? 350 കോടി രൂപയോടുകൂടി ഈ രാജ്യത്ത് വീട്ടിൽ നിന്ന് 46 അലമാരകളിൽ നിന്ന് പിടിക്കപ്പെട്ട കോൺഗ്രസ് നേതാവിന്റെ പേരാണ് ധീരജ് സാഹു. ഇങ്ങനെ അധികാരത്തിലിരുന്നപ്പോൾ രാജ്യത്തെ കൊള്ളയടിച്ചുണ്ടാക്കിയ പണം ED കണ്ടെത്തും. നിങ്ങൾ എന്തിനാ ED ബംഗാരു ലക്ഷ്മണന്റെ വീട്ടിലോട്ട് ED പോയില്ലല്ലോ. ED എന്തിനാ ഭയക്കുന്നത്? പരാതി ഉണ്ടെങ്കിൽ ED അന്വേഷിക്കും. അന്വേഷണത്തിൽ കള്ളന്മാർ കൊടുക്കും. കോൺഗ്രസുകാർ കള്ളന്മാരുടെ ഒരു കൂടാരമായി മാറിയത് കൊണ്ടാണ് അവർ EDയെയും CBIയെയും ഭയക്കുന്നത്. നോക്കൂ നേമം ഷജീർ, ഇവിടെ ഉയർന്ന ചോദ്യങ്ങളിലൊന്ന് ഈ ശശി തരൂർ വിശ്വപൗരന്റെ ലേബൽ ഉണ്ടെന്നല്ലാതെ ഈ മണ്ഡലത്തിന് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നതാണ് ഒരു വിമർശനം. ഇവിടെ നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്ന കരമന കളിക്കാവുള്ള റോഡ്, കഴക്കൂട്ടം കാരോട് റോഡ്, ദേശീയപാതയുടെ ദേശീയപാതയിൽ ദേശീയപാത വെറുതെ വരുമോ? ദേശീയപാത വെറുതെ വരുമോ? നരേന്ദ്രമോദി സർക്കാർ ദേശീയപാത വെറുതെ വരുമോ? മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ അനുവദിച്ചതാണ്, പ്രോജക്ട് തയ്യാറാക്കിയതാണ്, ഫണ്ട് അനുവദിച്ചതാണ്. വിഴിഞ്ഞം പദ്ധതി അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. അത് ആരും ഏറ്റെടുക്കില്ല.
പാഴായിപ്പോയ പദ്ധതിയാണ് നരേന്ദ്രമോദി സർക്കാർ പുനരുജ്ജീവിച്ചത് ബൈബിൾ ജി ഫണ്ട് വഴി. ഞാൻ ചോദിക്കുന്നു, എല്ലാം തികഞ്ഞവരാണ് ഇവരെന്നാണെന്നല്ലോ പറയുന്നത്. എനിക്ക് സമയം തരണം. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യം കുതിച്ചു പായുന്നു എന്നാണ് പറയുന്നത്. പട്ടിണി സൂചികയിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യ മഹാരാജ്യമാണ്. 11ാം സ്ഥാനം. ജനാധിപത്യ സൂചികയിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നു. സമ്പത്തിന്റെ കാര്യത്തിൽ, തുല്യതയുടെ കാര്യത്തിൽ, അതായത് ഇക്വാലിറ്റി, അതിന്റെ കാര്യത്തിൽ പുറകിൽ നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ ഭയപ്പാടോട് മാധ്യമ പ്രവർത്തനം നടത്തേണ്ട 22 രാജ്യങ്ങളിലൊന്നും ഇന്ത്യ മഹാരാജ്യമായി മാറിയിരിക്കുന്നു. അപ്പോൾ എല്ലാ റിപ്പോർട്ടുകളും നരേന്ദ്രമോദിയുടെ കീഴിലുള്ള നാഷണൽ സാമ്പിൾ സർവേ അടക്കമുള്ള നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അടക്കമുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഈ രാജ്യം പിറകോട്ടാണ് എന്നാണ്. പിന്നെ ഇവർ എങ്ങനെയാണ് പറയുന്നത് കുതിക്കുന്നു? അതിന്റെ വിരോധാഭാസം ഇന്ത്യയെ കൊണ്ട് അസൂയുള്ളവർ പറഞ്ഞു വരുത്തുന്നതല്ലേ? ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും 50% ഗ്രാമീണ മേഖലയിൽ 50% ആളുകളുടെ വീട്ടിലും കക്കൂസും ഇല്ല, ഗ്രീൻ കുക്കിംഗ് ഗ്യാസും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇന്ത്യ ഭരിച്ചൊരു പാർട്ടി കോൺഗ്രസ് അല്ലേ 60 വർഷം? ഞാൻ ചോദിക്കട്ടെ അതിന്റേതായ 60 വർഷം ഭരിച്ചതിന്റെ നേട്ടം ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. വിഷ്ണു അവിടെ പ്രതികരിക്കട്ടെ. 60 വർഷം ഈ രാജ്യം ഭരിച്ചപ്പോൾ ഈ രാജ്യത്തിന് വേണ്ട വികസനം ഉണ്ടായി. ഞാൻ ചോദിക്കട്ടെ, 12 ലക്ഷം 60 വർഷം ഭരിച്ചിട്ടും കോൺഗ്രസിന് 60 വർഷം ഭരിച്ചിട്ടും ഇന്ത്യയിൽ 50% ആളുകൾക്ക് കക്കൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ ചോദിച്ചേ, 10 കൊല്ലമായി ഈ രാജ്യം ഭയങ്കരമായ വികസനത്തിൽ പായുന്നു എന്ന് പറഞ്ഞതിന്റെ മറുപടിയാണ്. അങ്ങനല്ല, നരേന്ദ്രമോദി പറയുന്നത് പോലല്ല റിപ്പോർട്ടുകൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ ചോദിക്കുന്നത്, ഈ 60 വർഷ കാലത്തിന് ശേഷമാണല്ലോ ഏറ്റവും വലിയ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 45% ഈ നരേന്ദ്രമോദി ഭരിക്കുമ്പോഴാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, 12 ലക്ഷം വരുന്ന പൗരന്മാർ ഈ രാജ്യത്തിന്റെ പൗരത്വം ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോയത് ഇവർ ഭരിക്കുമ്പോഴാണ്. അപ്പോൾ ഈ രാജ്യത്തെ കട്ടുമുടിക്കുകയാണ്, ഈ രാജ്യം പിറകോട്ട് പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അന്ധവിശ്വാസങ്ങളുടെ പുറകിലാണ് പോകുന്നത്. കോവിഡ് സമയത്ത് പോലും പാത്രം കൊട്ടാൻ പറഞ്ഞ് മൂത്രം കുടിക്കാൻ പറഞ്ഞവരാണ് ഈ രാജ്യത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടാൻ പോകുന്നത്. ഇനി വേറൊരു മറുപടി, ഇനി ഇടതുപക്ഷത്തിൽ പിന്നെ തരൂർ എന്താണ് ഇവിടെ ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. തരൂർ ചെയ്തതെല്ലാം ഇവിടെയുണ്ട്. ഇവിടെ ഇവിടുത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ജോയിയും അതുപോലെ തന്നെ റിയാസും അടക്കമുള്ള ആളുകൾ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒലിച്ചു പോയില്ലേ, അതുപോലെ തരൂർ കൊണ്ടുവന്ന ഒരു വികസനം ഇവിടെ ഒലിച്ചു പോയിട്ടില്ല. വിഴിഞ്ഞമുണ്ട്, അരമന കളിക്കാവുള്ള റോഡുണ്ട്, നാഷണൽ ഹൈവേ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി പന്ന്യൻ രവീന്ദ്രൻ വന്ന് ഏതെങ്കിലും ഒരു കെട്ടിടം ഉണ്ടാക്കിയാൽ അതിനകത്ത് ധൈര്യത്തോട് കയറി പോകാൻ ആർക്കെങ്കിലും കഴിയുമോ? ചോദിക്കട്ടെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇലക്ഷൻ ആണല്ലോ, വോട്ട് ചോദിക്കണമല്ലോ. ഒരു മിനിറ്റ് സംസാരിക്കാൻ അത് കേൾക്കത്തില്ല, താങ്കൾ പറയുന്നത് മാത്രമേ കേൾക്കൂ. ഈ രാജ്യത്ത് BJPക്ക് ആണെങ്കിലും CPM-നാണെങ്കിലും ആർജവത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഏത് വീട്ടിൽ പോയി വോട്ട് ചോദിക്കാൻ പറ്റും? കർഷകന്റെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കാൻ പറ്റുമോ? അവരെ വണ്ടി ഇടിച്ച് കൊന്നവരല്ലേ. പട്ടാളക്കാരന്റെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കാൻ ചോദിക്കാൻ പറ്റുമോ? പുൽവാമയിൽ അവരെ കൊന്നു കൊലവിളിച്ചവരല്ലേ. കേരളത്തിലെ ചെറുപ്പക്കാരുടെ വീട്ടിൽ മാത്രമാണ് വീട്ടിൽ പോയി കോൺഗ്രസ്സുകാർ. അതുകൊണ്ടാണ് കോൺഗ്രസ് പടികുഴിയിൽ നിന്ന് അവസാനം പറഞ്ഞോ, വോട്ട് ചോദിക്കാൻ പറ്റുമോ? കൽബുർഗിയും ഗോവിന്ദ് പൻസാരി അടക്കമുള്ള എഴുത്തുകാരുടെ നെഞ്ചത്ത് വെടിയുണ്ട വായിച്ചത് RSS അല്ലേ. ഇനി നമ്മുടെ സഹോദരിമാരുടെ വീട്ടിലേക്ക് വോട്ട് ചോദിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസമാണ് അവിടെ കർണാടകയിലെ മുഖ്യമന്ത്രിക്കെതിരെ പോക്സോ കേസെടുത്തത്. ഞാൻ പറയുന്നത് ഉന്നവയിലടക്കം BJP-യുടെ MLA-മാർ സ്ത്രീകളെ പീഡിപ്പിക്കുന്നു. ഈ രാജ്യത്ത് RSS ഭരിക്കുമ്പോൾ, സംഘപരിവാർ ഭരിക്കുമ്പോൾ, നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നത് BJP-യുടെ MLA-മാരാണ്, BJP-യുടെ MP-മാരാണ്. വണ്ടിപ്പെരിയാറിലടക്കം 6 വയസ്സുള്ള പെൺകുട്ടിയെ കെട്ടിത്തൂക്കി ബലാത്സംഗം ചെയ്ത് കൊന്ന കൊലയാളി പറയുന്നു, ഞാനാണ് ബലാത്സംഗം ചെയ്തത്, ഞാനാണ് കൊന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ ഇവിടെ വെറുതെ ഇറങ്ങി നടക്കുന്നു. അവനൊരു തൂക്കുവയറ് പോലും വാങ്ങിച്ചു കൊടുക്കാൻ കെൽപ്പില്ലാത്തവരാണ് കേരളത്തിലെ. ശരി അരുൺ മറുപടി 1.5 മിനിറ്റ് മറുപടി 1.5 മിനിറ്റ്. ഇവിടെ 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ കോൺഗ്രസിന്റെ സ്നേഹിതൻ ചോദിച്ചു, ശശി തരൂരിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഒലിച്ചു പോയോ എന്ന് അദ്ദേഹം ചോദിച്ചു. എന്തെങ്കിലും നടപ്പാക്കിയാലല്ലേ ഒലിച്ചു പോകുന്ന പ്രശ്നമുള്ളൂ. നടപ്പാക്കാത്തത് ഒലിച്ചു പോകണം. ഈ പരിപാടി നടക്കുന്നതിന്റെ മുന്നിലൂടെ റോഡ് പോകുന്നുണ്ട്. ഉണ്ടാക്കിയ റോഡിലൂടെയാണ് നിങ്ങൾ കടന്നു വന്നത്. യാഥാർത്ഥ്യം മനസ്സിലാക്കണം. വർഷക്കാലം
പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഒരു MP ആയിരുന്നു. ആ 3.5 വർഷക്കാലം അദ്ദേഹം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഞാൻ അക്കമിട്ട് ഇവിടെ നിരത്താം. ഞാൻ കോൺഗ്രസ് നയത്തിനോട് ചോദിക്കുന്നു, 15 വർഷം കൊണ്ട് തരൂര് നടപ്പാക്കിയ ഒരു 10 കാര്യങ്ങൾ അദ്ദേഹവും പറയട്ടെ. ഒന്ന്, പന്ന്യൻ രവീന്ദ്രൻ MP ആയിരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉണ്ടാവുന്നത്. 2, പന്ന്യൻ രവീന്ദ്രൻ MP ആയിരിക്കുമ്പോഴാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന്റെ വികസനം പൂർത്തീകരിക്കുന്നത്. 3, പന്ന്യൻ രവീന്ദ്രൻ MP ആയിരിക്കുമ്പോഴാണ് ബ്രഹ്മോസ് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. പന്ന്യൻ രവീന്ദ്രൻ MP ആയിരിക്കുമ്പോഴാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന സ്ഥാപനം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. പന്ന്യൻ രവീന്ദ്രൻ MP ആയിരിക്കുമ്പോഴാണ് നേമവും തിരുവനന്തപുരവും കൊച്ചുവേളിയും ചേർത്ത് ഒരു റെയിൽവേ ശൃംഖലയ്ക്ക് കേന്ദ്ര റെയിൽവേ ബോർഡ് തത്വത്തിൽ അംഗീകാരം നൽകുന്നതും പിന്നീട് വന്ന MP-യുടെ പ്രവർത്തന മികവ് കൊണ്ട് അത് നടക്കാതെ പോയത്. ഈ നിലയിൽ മറുപടി 30 സെക്കൻഡ്സ് മറുപടി. ഇവിടെ 4.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വിഴിഞ്ഞം. കേരളത്തിന്റെ അഭിമാന പദ്ധതിയാണ് വിഴിഞ്ഞം. അത് കൊണ്ടുവന്നതിൽ തരൂരിന് പങ്കില്ല. ചോദിക്കട്ടെ, 8,000 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെലവാക്കി 8,000 കോടി രൂപ സംസ്ഥാന പദ്ധതിയെക്കുറിച്ച് എയർപോർട്ട് പാതാരിയുടെ അല്ലേ? ഒരു നിമിഷം, ആ എയർപോർട്ട് പാതാരിയുടെ കയ്യിലല്ലേ? അതാണോ ഞാൻ ചോദിക്കുന്നത്? തരൂരിന്റെ വികസനം അദാനിയുടെ കയ്യിൽ എങ്ങനെ പോയി? ചോദിക്കുന്നത് ആ എയർപോർട്ടിന് വേണ്ട സാധിപ്പോഴാണല്ലോ പോകുന്നത്. ഒരു പ്രതികരണം കൂടി വളരെ പെട്ടെന്ന് എന്തോ പറയാനുണ്ട്, പറഞ്ഞോ. ആദ്യമായി BJP പ്രതിനിധിയോടാണ് ഇവിടെ ചോദ്യം ഉന്നയിക്കേണ്ടത്. നേരത്തെ നരേന്ദ്രമോദിയുടെ വികസനങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു അക്ഷരം പോലും വികസനത്തെക്കുറിച്ച് പറയാൻ BJP പ്രതിനിധിക്ക് കഴിഞ്ഞിട്ടില്ല. 2, ഇന്ന് ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ എന്താണ്? നരേന്ദ്രമോദി അഞ്ചാമത്തെ വലിയ ശക്തിയല്ലേ നമ്മുടെ രാജ്യം? ഏറ്റവും അവിടെ 204 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നമ്മുടെ രാജ്യത്തെ കൊണ്ടുതള്ളിച്ചു. തൊഴിലില്ലായ്മയുടെ അവസ്ഥ എവിടെയാണ്? മതവർഗീയത മാത്രമാണ് നിങ്ങൾക്കുള്ളത്. ശശി തരൂരിന്റെ ഒരു കാര്യം പറഞ്ഞു, ഹൈക്കോടതി ബെഞ്ചില്ല, ഇരട്ട നഗരമില്ല, ഒളിച്ചു പോകാൻ ഒരു വികസനവുമില്ല. സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ കുറിച്ച്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ മഹത്വം കാരണമാണ് 5 വയസ്സായ ഒരു കുഞ്ഞിന് ഒരു ശ്വാസതടസ്സം കൊണ്ടുപോയപ്പോൾ തിരുവനന്തപുരത്തെ 4 ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥ വന്നത്. എന്നിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടുന്ന് ട്രീറ്റ്മെന്റ് കിട്ടിയോ? ഇല്ല. ആ സാറാണ് പറയുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി. എന്തിനാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി? ഒരിക്കലും സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ഒരു ഉപയോഗമില്ല. ഒരു സാധാരണക്കാരന് മരുന്ന് വാങ്ങിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടോ? ഇല്ല. സാധാരണക്കാരന് ക്യാൻസറിന് ഉൾപ്പെടെയുള്ള മരുന്നുകൾക്ക് ഇരട്ടി വിലയാണ് അവിടെ ഈടാക്കുന്നത്. അതാണ് സാറ് പറയുന്നത്. സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാതെ ചുമ്മാ വാഗോണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി കുരുക്ഷേത്രം 3ാമതൊരു വരവ് കൂടി വരും തിരുവനന്തപുരം മണ്ഡലത്തിൽ. വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടാവും, പ്രതികരണങ്ങൾ ഉണ്ടാവും. എന്തായാലും വേനൽ മഴയ്ക്കും തണുപ്പിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ ചൂടുമായി തിരുവനന്തപുരം മണ്ഡലം മുന്നോട്ട് പോകുന്നു. വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. ഇനി നാളെ നമ്മൾ കണ്ടുമുട്ടുക തൃശ്ശൂരിലായിരിക്കും, ശക്തന്റെ തട്ടകത്തിൽ. വീണ്ടും കുരുക്ഷേത്രം എത്തും. അതുവരെ ഗുഡ് നൈറ്റ്.